ശ്രീ എൻ ശ്രീകുമാർ, സർക്കാരിന് ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയത് എന്നാണല്ലോ പത്മകുമാറിന്റെ മൊഴി. അതേ പത്മകുമാർ തന്നെയാണ് പോറ്റിക്ക് പാളികൾ കൈമാറാൻ രേഖകളിൽ തിരുത്തൽ വരുത്തിയതും. അതായത് അത്യുന്നതങ്ങളിൽ നിന്ന് ആരോ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നു, അല്ലെങ്കിൽ അതാണ് സംഭവിച്ചതെന്ന് പറയാതെ പറയുന്നു പത്മകുമാർ. നോക്കൂ, പത്മകുമാറിനെ ഇന്ന് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ സംഘം. അപ്പോൾ നാളെ വൈകുന്നേരം വരെയാണ്. അപ്പോൾ ഈ മണിക്കൂറുകളിൽ പത്മകുമാർ എന്താണ് പറയുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. പത്മകുമാറാണ് പറഞ്ഞത് 2007 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ശബരിമലയിൽ എത്തിയതെന്ന്. 2007. അപ്പോൾ 2007 ശബരിമലയിൽ എത്തിയ കാര്യം പറഞ്ഞപ്പോൾ അത് CPM അത് 2004 മാറ്റാൻ ഒരു ശ്രമം നടത്തി. കാരണം 2004 UDF ആയിരുന്നു ഭരിച്ചിരുന്നത്, AK ആൻ്റണി. അപ്പോൾ അതിലേക്ക് എന്തായാലും ആ ശ്രമം പാളിപ്പോയി. അപ്പോൾ 2007 തന്നെ അദ്ദേഹം എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ CPM ഭരിക്കുന്ന സമയത്ത്, ബോർഡും വകുപ്പും CPM ഭരിക്കുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയതെന്നുള്ള വ്യക്തമാണ്. അന്ന് അദ്ദേഹം അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ കിട്ടുന്ന പുതിയ വിവരങ്ങൾ എന്തായിരിക്കും എന്നതാണ് പ്രധാനം. കാരണം ഈ റിപ്പോർട്ട് കൊടുക്കാൻ ഇനി അധികം ദിവസമില്ല. ഈ ആഴ്ച തന്നെ കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് 3-4 ദിവസത്തിനുള്ളിൽ ഇത് കൊടുക്കേണ്ടി വരും. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടി വരും. അവരുടെ അന്വേഷണം നീട്ടി ചോദിക്കുമോ എന്നറിയില്ല. കാരണം ഈ അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ പത്മകുമാർ അദ്ദേഹം സ്വയം ഒരു ബലിയാടാകാൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർട്ടി അദ്ദേഹത്തോട് വലിയ നീതിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ല. പകരം അദ്ദേഹത്തിൻ്റെ വളരെ ജൂനിയറായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെയാണ് തിരഞ്ഞെടുത്തത്. അന്ന് പത്മകുമാർ പാർട്ടിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ പത്മകുമാർ ഈ കേസിലെ എട്ടാം പ്രതിസ്ഥാനത്ത് ബോർഡ് എത്തുകയും അന്നത്തെ ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ പ്രതിയാവുകയും ചെയ്ത ശേഷം ഈ CPMൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് നടക്കുന്നത്, ഞങ്ങൾ ആരെയും രക്ഷിക്കുന്നില്ല. N. വാസു കണ്ടില്ലേ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു, അതുപോലെ മറ്റൊരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, ഇത് കൃത്യമായി പോകുകയാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് എന്താണ് പറഞ്ഞത്? കുറ്റം ആരോപിക്കപ്പെട്ടിട്ടില്ലേ ഉള്ളൂ, കുറ്റപത്രം കിട്ടിയിട്ടില്ലേ എന്നുള്ളതാണ്. അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ എങ്ങനെയാണ് കുറ്റവാളിയെ കാണുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത് CPMൻ്റെ പൊതു നയമാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കണം. കാരണം പാർട്ടി പെട്ടുപോകും. കാരണം നാളെ ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഇങ്ങനത്തെ കേസുകളിൽ വരികയാണെങ്കിൽ നിങ്ങൾ കുറ്റ ആരോപിതരാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നും പറയില്ല എന്ന് പാർട്ടിക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്വന്തം നേതാക്കൾ കുടുക്കിൽപ്പെടുമ്പോൾ മാത്രമാണോ ഇത്തരത്തിലൊരു നയമെന്നും അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് വൈരുദ്ധ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, പാർട്ടി സംരക്ഷിക്കില്ല എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ? കുറ്റാരോപിതനാണ്, കുറ്റം തെളിയട്ടെ എന്ന് പറഞ്ഞ എന്തിനാ? കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞ എന്തിനാ? കുറ്റപത്രം കിട്ടിയ ആളിപ്പോൾ MLA ആയിട്ട് ഇരിപ്പുണ്ട്. CPMൻ്റെ നിയമസഭയിൽ കുറ്റപത്രം കിട്ടിയ ആൾ നിയമസഭയിൽ അംഗമായിട്ട് ഇരിപ്പുണ്ട്, കൊല്ലത്തു നിന്നുള്ള MLA. അപ്പോൾ കുറ്റപത്രം കിട്ടിയാലും കുറ്റപത്രം കിട്ടിയില്ലെങ്കിലും കുറ്റാരോപിതനാണെങ്കിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് ഈ സാങ്കേതിക പദങ്ങളിലൊന്നും പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഗോവിന്ദ മാഷ് ആദ്യം പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ കുറ്റം ചെയ്യപ്പെട്ടു, ജയിലിലായി. അപ്പോൾ ജയിലിലായ ഒരാളെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റണം എന്ന് വാർത്തകളൊക്കെ വന്നപ്പോൾ ഇന്നലെ പത്തനംതിട്ട ജില്ലാ യോഗത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കാരണം അത് ആ രീതിയിലേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കുറ്റപത്രം വരുന്നത് വരെ കാക്കേണ്ട കാര്യം എന്താണ്? അതായത് പത്മകുമാറിനെ വേദനിപ്പിച്ചാൽ വലിയ അളവിൽ തിരിച്ചടി കിട്ടുമെന്ന ബോധ്യമാണോ ഇതിനൊക്കെ കാരണമാകുന്നത്? അല്ല, CPMൻ്റെ നിലപാട്, ഇപ്പോഴത്തെ അവസ്ഥയിലത്തെ നിലപാട് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാത്തതെന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടല്ലോ. കാരണം ഇതൊരു ഒരു ക്രിമിനൽ കേസിൻ്റെ ഭാഗമായിട്ട് വന്നില്ലേ. അതായത് കേരളത്തിലെ, ഇന്ത്യയിലെ ലോകപ്രശസ്തമാണ് CPM തന്നെ പറയുന്ന ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട കേസാണിത്. സ്വർണം കടത്തിക്കൊണ്ടുപോയ കേസാണല്ലോ, നിസ്സാര കേസല്ല. ആ സ്വർണം കടത്തിക്കൊണ്ടുപോയ കേസിലെ 8ാം പ്രതിസ്ഥാനത്തുള്ള ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു പത്മകുമാർ. അദ്ദേഹം CPM നേതാവാണ്. അതാണ് അതിൻ്റെ പ്രസക്തി കൂടുന്നത്.
ശ്രീ എൻ വാസു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു CPM-ൻ്റെ. പക്ഷേ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോഴും ചോദിക്കുന്നത്. പാർട്ടി പത്രം കൊടുത്ത ഹെഡിങ് എന്താണെന്നറിയാമോ? മുൻ ദേവസ്വം കമ്മീഷണർ അറസ്റ്റിൽ നിന്നാണ്, മുൻ ദേവസ്വം പ്രസിഡന്റ് അറസ്റ്റിലെന്നല്ല പാർട്ടി പത്രം കൊടുത്ത വാർത്ത. എൻ വാസു അറസ്റ്റിലായപ്പോൾ അതെന്താ കാരണം? ദേവസ്വം പ്രസിഡന്റിൻ്റെ മുകളിലാണോ ദേവസ്വം കമ്മീഷണർ? ആ പാർട്ടി പത്രം അങ്ങനെ എന്തിനാണ് അങ്ങനെയൊക്കെ കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് പാർട്ടിയിലേക്ക് എത്തുന്നതിന്റെ ഭയം കൊണ്ടാണ്. അല്ല, അത് മാത്രമല്ല, ഈ ദേവസ്വം കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ദേവസ്വം ഉദ്യോഗസ്ഥനാണ് എന്ന് തോന്നാം. അതെ, അതാ പറഞ്ഞത്. പാർട്ടി പത്രം കൊടുത്ത ഹെഡിങ്ങാണ് ഞാനീ പറഞ്ഞത്. അതായത് പാർട്ടി പത്രം കൊടുത്തത് ദേവസ്വം മുൻ കമ്മീഷണർ അറസ്റ്റിൽ നിന്നാണ്. ദേവസ്വം മുൻ പ്രസിഡൻ്റാണ് അറസ്റ്റിലായത്. അതവർ മാറ്റി ഒളിച്ചു വെച്ചു. കമ്മീഷണർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേവിടെ കൊല്ലത്തെ കുളനട പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ശ്രീ വാസു. അപ്പോൾ പാർട്ടിയുടെ ഒരു നേതാവല്ലാത്ത ഒരാൾക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാൻ കഴിയില്ലല്ലോ. അല്ല, സഹയാത്രികനായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഒരു പഞ്ചായത്ത് എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. കാരണം ഇന്ന് പല ഉന്നത നേതാക്കൾ മത്സരിക്കുന്ന പഞ്ചായത്തിലേക്കാണ്. പഞ്ചായത്തിലേക്ക്, വാർഡിലേക്ക് മത്സരിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പഞ്ചായത്ത് പ്രസിഡൻ്റായ നേതാവ് തന്നെയാണെന്നർത്ഥം. അപ്പോൾ ശ്രീ എൻ വാസു CPM-ൻ്റെ നേതാവാണ്. അദ്ദേഹം ആദ്യം അറസ്റ്റിലായി. അദ്ദേഹം അറസ്റ്റിലായപ്പോൾ എല്ലാ മാധ്യമങ്ങളും സൂചന നൽകിയത് അടുത്ത അറസ്റ്റ് ആരാണ്? പത്മകുമാറിലേക്ക് നീളുന്നു. കൃത്യമായിട്ട് പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുള്ളത്. ഇതിനകത്ത് ദൈവതുല്യരായി ഞാൻ കാണുന്ന ഇതിനകത്ത്. അപ്പോൾ ഏതിനകത്താണ് എന്ന് നമുക്ക് വ്യക്തമല്ല. അത് ശബരിമലയിലാണോ അതോ ഈ പാർട്ടിക്കകത്താണോ അതോ ഈ കേസുമായി ശബരിമലയിൽ ഒരു ദേവസ്വം പ്രസിഡന്റിന് ദൈവതുല്യനായി കാണേണ്ട ആരുമില്ല. ദൈവമേ ഉള്ളൂ. ദൈവതുല്യരായി കാണേണ്ട ആരും ശബരിമലയിൽ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് സംശയം വരുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രിക്കാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, മറ്റേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാർട്ടി കൃഷ്ണരാജ് ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കുക. പാർട്ടിയുടെ ഒരു നിലപാട് ഇതിൽ കൃത്യമായിട്ട് വന്നിട്ടില്ല ഇതുവരെ. പാർട്ടി ഇതിൽ ഒരു നയം എടുത്തിട്ടില്ല, കൃത്യമായിട്ട് നയം എടുത്തില്ല. കാരണം നയം എടുക്കാൻ പാർട്ടിക്ക് പറ്റില്ല. ഇത്ര വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ഞങ്ങളെ എല്ലാം കൃത്യമായി അളന്ന് തിരിച്ച് സമ്മേളനങ്ങൾ നടത്തി കൃത്യമായിട്ടൊക്കെ പ്രത്യശാസ്ത്രപരമായിട്ടും അടിസ്ഥാന വർഗത്തിൻ്റെ ആരോഗ്യം നോക്കിയും വിശ്വാസികളെ ചേർത്ത് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അല്ലേ ഈ പാർട്ടി പറയുന്നത്. അവർക്കൊരു നയം എന്താ എടുക്കാൻ പറ്റാത്തത് ഈ വിഷയത്തിൽ? അപ്പം നയം എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം പാർട്ടി പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. അവിടെ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ഇടതുമുന്നണി എന്ന സംവിധാനം എവിടെ പോയി? ഈ വിഷയം ഇടതുമുന്നണി യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്യണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെടേണ്ടതല്ലേ? നമ്മുടെ CPI സുഹൃത്തുക്കളെ PM ശ്രീ വിഷയത്തിൽ കാണിച്ച ആ ഒരു ആത്മാർത്ഥത ഇതിലും കൂടെ കാണിക്കേണ്ടതല്ലേ? അവരും ബോർഡിലുണ്ടായിരുന്നല്ലോ, അവരുടെ അംഗങ്ങളും ബോർഡിലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണോ ഇടതുമുന്നണി വിളിക്കേണ്ടതെന്ന് പറയുന്നത്? പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം പറയണ്ടേ ഈ വിഷയത്തിൽ? കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തെ സംരക്ഷിക്കാനായിട്ട് 5-6 കോടി രൂപ ചിലവാക്കിയെന്ന് മാധ്യമങ്ങൾ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ്? അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയെ നവീകരിക്കാനല്ലേ? അപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ നവീകരിക്കാൻ പോയ പാർട്ടിയുടെ നേതാക്കൾ ജയിലിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ നവകേരളം ഈ 2016 നവകേരളം ഉണ്ടായെന്നാണ് CPM-കാർ പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ തൊട്ട്. അങ്ങനെയാണെങ്കിൽ നവകേരളത്തിൽ നമ്മൾ കണ്ട ഏറ്റവും രസകരമായ വസ്തുത ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ പോയവർ ജയിലിലേക്ക് പോകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസികൾ പറയും അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ എന്ത് സംഭവിക്കുന്നു. അന്നേ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല, പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ അയ്യപ്പ സംഗമം CPM-ൻ്റെ അവരുടെ അന്ത്യത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അയ്യപ്പന്മാരുടെ അവകാശങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ തൊഴാനുള്ള അവരുടെ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിലും ശബരിമലയുടെ വികസനത്തിനും വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു, അതിന് 3000 പേരെ പമ്പയിലേക്ക് തന്നെ വിളിച്ചു വരുത്തണോ? ഉദ്യോഗസ്ഥ തലത്തിൽ, മന്ത്രിതലത്തിൽ ഒക്കെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ഒരു മന്ത്രിതല ഓഫീസിലോ ഒരു ഗസ്റ്റ് ഹൗസിലോ ചേർന്നാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അല്ല, എല്ലാ അയ്യപ്പന്മാരുടെയും അഭിപ്രായങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അയ്യപ്പ സംഗമം നടത്തിയത്. എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് 18 പേരെ തിരഞ്ഞെടുത്തു ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ. എവിടെയാ ആ 18 പേര് എവിടെ പോയി? ആ സംവിധാനം എവിടെ പോയി? എന്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി? അതിനു മുമ്പ് ആ പാർട്ടിയുടെ ആ ദേവസ്വം ഭരിച്ച 2 ദേവസ്വം പ്രസിഡന്റുമാർ ജയിലിലേക്ക് പോയി.
2 ദേവസ്വം പ്രസിഡന്റുമാർ, തിരുവിതാംകൂർ ദേവസ്വം ഭരിച്ച 2 പ്രസിഡന്റുമാരാ ജയിലിലേക്ക് പോയത്. അതിനുമപ്പുറം CPM മുൻ MLA, കേരളം ഭരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യമന്ത്രി, CPM-ന്റെ വലിയ നേതാക്കൾ, പിണറായിയോട് ചേർന്ന് നിൽക്കുന്നവർ. അല്ല, അതാ പറഞ്ഞത്. അതായത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാർ 40 വർഷമായിട്ട് അവിടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. മുൻ കോന്നി MLA ആണ്. DYFIയുടെ സംസ്ഥാന നേതാവായിരുന്നു. CPM-ന്റെ സംസ്ഥാന നേതാവായിരുന്നു. മാത്രവുമല്ല, പത്തനംതിട്ടയിൽ VS ഗ്രൂപ്പും പിണറായി ഗ്രൂപ്പും തമ്മിൽ ആശയ സംഘർഷം രൂക്ഷമായ കാലത്ത് അന്ന് പിണറായി വിജയൻ്റെ ഒപ്പം നിന്ന ആളുകളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പാർട്ടിയിലൊരു സംഘർഷമുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ പത്മകുമാറിനെ എന്തുകൊണ്ടാണ് പാർട്ടി നടപടി, അതായത് പാർട്ടി നടപടി എന്ന് വെച്ചാൽ കുറ്റാരോപിതനെന്ന് ഗോവിന്ദമാഷ് പറഞ്ഞത് കുറ്റപത്രം വരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ജയിലിൽ എന്തിനാണ് ജയിലിൽ പോയത്? എന്തിനാണ്? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? മന്ത്രി ശിവൻകുട്ടിയല്ലേ? അപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചല്ലോ. അപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ചെറിയ നടപടിയെങ്കിലും എടുക്കണ്ടേ? നാളെ CPM-ന്റെ സഹപ്രവർത്തകരും സഹാക്കളും ഏരിയ കമ്മിറ്റി നേതാക്കളും പാർട്ടിയോട് തിരിഞ്ഞു ചോദിക്കുന്നത്. കൃഷ്ണാജിന് അറിയാമല്ലോ, 2024 CPM-ലെ ഏരിയ ലഹളകൾ വളരെ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. ഏരിയ ലഹളകൾ, ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായ ലഹളകൾ. ഏരിയ കമ്മിറ്റിയിലെ ലഹള എവിടെ എത്തി? കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാക്കളുടെ പാർട്ടി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ആ പാർട്ടി ഓഫീസിൽ മാർച്ച് നടത്തിയപ്പോൾ തടഞ്ഞതാരാ? പിണറായി വിജയൻ്റെ പോലീസല്ലേ? അപ്പോൾ പാർട്ടി സഖാക്കളെ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞതടക്കമുള്ള ഏരിയ ലഹള എന്ന് തന്നെ ഞാൻ പറയും. ആ കാലത്തിന് ശേഷം പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിമതന്മാരായി മത്സരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നേ വരെ CPM-ൽ ഇങ്ങനെ നേതാക്കളെ ചോദ്യം ചെയ്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് പരസ്യമായിട്ട് എല്ലായിടത്തും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും അധികം സംശുദ്ധനാക്കാൻ വേണ്ടി ശ്രമിച്ച പാർട്ടി പത്രത്തിൻ്റെ ലേഖകരായ 5-8 പേരുടെ തലവനായിരുന്ന ബ്യൂറോ ചീഫ് ശ്രീകണ്ഠനടക്കം പാർട്ടിയുടെ ഉള്ളൂരിലെ വിമതനായി മത്സരിക്കുകയാണ്. വിമതനായി മത്സരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഈ പാർട്ടിയെ തോൽപ്പിക്കൂ, എന്നെ ജയിപ്പിക്കൂ എന്നല്ലേ? പാർട്ടിയെ തോൽപ്പിക്കാൻ പറഞ്ഞാൽ അർത്ഥം എന്താണ്? പാർട്ടിക്ക് വേണ്ടി എഴുതിയാൾ, 40 വർഷം പേന ജലിപ്പിച്ചാൽ പാർട്ടിയാണ് വലുതെന്നും ഗവൺമെൻറ് ക്ലീനാണെന്നും ഈ ഗവൺമെൻറ് തുടർഭരണം നേടണമെന്നും എന്ന് എഴുതി പ്രവർത്തകരെയും നേതാക്കളെയും ആവേശം കൊള്ളിച്ചാൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കരുത്, എന്നെ ജയിപ്പിക്കൂ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ് കൃഷ്ണരാജേ? അപ്പോൾ ഈ പാർട്ടി പ്രതിസന്ധിയിലെ ശബരിമല മാത്രമല്ല, ശബരിമല ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനായിട്ട് ദേവസ്വങ്ങളിൽ കയറി പറ്റാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു ദുര്യോഗമാണ് അവർ അനുഭവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങയിലേക്ക് വരാം.